ബംഗാളിലെ ബിജെപി നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റിനെ വെടിവെച്ചു കൊന്നു. പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് റായിയാണ് കൊന്നത്. പശ്ചിമ ബംഗാളിലെ ബിജെപിയുടെ ചരിത്ര വിജയത്തിന് പിന്നാലെ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ ആക്രമണം തുടരുകയാണ്. പാർവതി സത്യദേവൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പാർവതി, സുവേന്ദു അധികാരി എന്ന് പറയുന്നത് ബിജെപിയുടെ ഒരു മുഖ്യമന്ത്രി മുഖം കൂടിയാണ് ബംഗാളിലെ. അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റിനെയാണ് ഇപ്പോൾ വെടിവെച്ചു കൊന്നിരിക്കുന്നത്. ഇതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ നീക്കങ്ങളുണ്ടോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ? എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ? അനുശ്രീ, ബംഗാളിൽ വ്യാപകമായ അക്രമം നടക്കുന്നുണ്ട്. വിവിധയിടങ്ങളിൽ ബി ജെ പി പ്രവർത്തകർക്ക് നേരെയും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയും ഒക്കെ ആക്രമണം നടക്കുന്നുണ്ട്. ബംഗാളിൽ ബി ജെ പി നേതാവും ബംഗാളിൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുമുള്ള സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റിന് നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി 4 ബൈക്കുകളിലായി എത്തിയ സംഘം വെടിയുതിർത്തത്. കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ചന്ദ്രനാഥ് റായിയെ ഇവർ പിന്തുടർന്ന് എത്തിയാണ് വെടിവെച്ചത്. 2018 മുതൽ സുവേന്ദു അധികാരിക്കൊപ്പം ഈ കൊല്ലപ്പെട്ട ചന്ദ്രനാഥ് റായിയുണ്ട്. ബി ജെ പിയിലെത്തിയ ശേഷമാണ് സുവേന്ദു അധികാരി ഇദ്ദേഹം പേഴ്സണൽ അസിസ്റ്റന്റ് ആയത്. ബി ജെ പി നേതാക്കളുമായൊക്കെ തന്നെ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് ഇദ്ദേഹം. സുവേന്ദു അധികാരിയുടെ ഓഫീസ് കൈകാര്യം ചെയ്തിരുന്നതും കൊല്ലപ്പെട്ട ചന്ദ്രനാഥ് റായിയാണ്. ഒപ്പം ഇയാളെ കൊലപ്പെടുത്തിയത് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണെന്നാണ് ബി ജെ പിയുടെ ആരോപണം. അതേസമയം തൃണമൂൽ കോൺഗ്രസ് ഇക്കാര്യം നിഷേധിച്ചു. സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത്. അസാധാരണമായ സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ പശ്ചിമ ബംഗാൾ കടന്നു പോകുന്നത്. കൊലപാതകത്തിന് പിന്നിൽ തൃണമൂലാണെന്ന ആരോപണം ബി ജെ പി കടുപ്പിക്കുന്നുണ്ട്. ഒപ്പം സംഘർഷങ്ങൾക്കിടെ ബഷീർഘട്ടിലും ബി ജെ പി പ്രവർത്തകർ വെടിയേറ്റിട്ടുണ്ട്. രോഹിത് റോയ് എന്ന ആൾക്കാണ് ഇവിടെ പരുക്കേറ്റത്. ഇയാൾ ചികിത്സയിലാണ്, ഗുരുതരാവസ്ഥയിലാണുള്ളത്. പാർട്ടി പതാക ഉയർത്തുണ്ടായ തർക്കമാണ് ഈ വെടിവയ്പിൽ കലാശിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ രാത്രി ഗോത്ര രാജീവ് കോളനിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഒപ്പം സ്ഥലത്ത് വൻ പോലീസ് സന്നാഹവുമുണ്ട്. നേരത്തെ ഈ ആക്രമണങ്ങളിൽ പോലീസ് CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചും വരികയാണ്. വൻ ഭൂരിപക്ഷം നേടി BJP ഈ പശ്ചിമ ബംഗാളിൽ അധികാരത്തിൽ എത്തുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ കനത്ത ആക്രമണമാണ് പശ്ചിമ ബംഗാളിൽ ഉടനീളം നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെയാണ് ഈ ആക്രമണമൊക്കെ രൂക്ഷമായതെന്നാണ് ശ്രദ്ധേയം. BJPയുടെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗവും ഇന്ന് ബംഗാളിൽ ചേരുന്നുണ്ട്. കേന്ദ്രമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ ബംഗാളിൽ ക്യാമ്പ് എത്തും. ഇതിന് മുന്നോടിയായാണ്, ഇതിന് തൊട്ടു മുൻപാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്നതും ശ്രദ്ധേയമാണ്. അനുശ്രീ. ശരി, പാർവതി സത്യദേവനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.